അസ്സലാമലൈക്കും. നമ്മൾ തസൂഫിൻ്റെ ക്ലാസ് ഇന്ന് തുടങ്ങുകയാണ്. തസൂഫ് എന്താണ് എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് സാധാരണക്കാർ അല്ലെങ്കിൽ സാധാരണ ഇതിനെക്കുറിച്ച് അറിയുന്നവർ പറയുന്ന പോലെ ഹൃദയശുദ്ധീകരണം നടത്തുക എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിർത്തേണ്ട ഒരു സംഭവം അല്ല തസൂഫ്. നമുക്കതിൻ്റെ ആദ്യവും അന്ത്യവും എല്ലാം വിശദമായിട്ട് പഠിക്കണം. കാരണം ഇത് ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ താലീമില്ലാതെ നമ്മൾ ഇതിൻ്റെ രീതികൾ മാത്രം പഠിച്ച് അതിലൂടെ മാത്രം സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് തെറ്റ് പറ്റി പോവാം. തെറ്റ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളെ പിന്നിലും മുമ്പിലും ഇടത്തും വലത്തും പിശാചുണ്ട്. പിശാചിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്തിനിയായിട്ടാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നൊരു സംഗതിയല്ല അത്. നമ്മളാവട്ടെ തസൂഫിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അകക്കണ്ണ് തുറന്നുകൊണ്ടല്ല, പുറം കണ്ണുകൊണ്ട് മാത്രമാണ് നമ്മളെ യാത്ര. അകക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ മാത്രമാണ് ബാത്തിനായിട്ടുള്ള കാര്യങ്ങൾ കാണാനും അറിയാനും ഒക്കെ സാധിക്കുള്ളൂ. എന്നാൽ ശൈത്താൻ ഇരിക്കുന്നത് പുറം കണ്ണുകൊണ്ട് കാണുന്ന ഒരു ലോകത്തല്ല. അതിൻ്റെ പേരിൽ ശൈത്താനെ നമ്മൾ ഭയപ്പെടണം. ഷെയ്ത്താൻ്റെ വഞ്ചനകളെ ഭയപ്പെടണം. ഷെയ്ത്താൻ്റെ കുതന്ത്രങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ തസൂഫിൻ്റെ ഭാഗങ്ങളാണ്. നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ വെറും ഒന്നിലേക്ക് മാത്രം ലക്ഷ്യം വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. ആധുനിക കാലത്തുള്ള തസൂഫ് ഈ രീതിയിലാണ് പോകുന്നത്. തസൂഫിൻ്റെ അഹലുകാർ അല്ലെങ്കിൽ ദീനിൻ്റെ അഹലുകാർ എന്ന് പറയുന്ന മുഴുവൻ ആളുകളും ഇസ്ലാമിലാവട്ടെ അന്യമതങ്ങളിലാവട്ടെ ഇവരൊക്കെ തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചത് ഞങ്ങൾ ഏറ്റവും സമ്പൂർണരാണ്, ഏറ്റവും ആധുനിക യുഗത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാരാണ്, ചിന്തകന്മാരാണ്, ഞങ്ങളെക്കാളും കൂടുതൽ അറിവുള്ള ആരും ഇല്ല എന്നുള്ള ഒരു അഹങ്കാരം, അനാനിയത്ത്, ഇതെല്ലാവരും പിടികൂടി കഴിഞ്ഞ് അതിൻ്റെ പേരിൽ സത്യം ഗ്രഹിക്കാൻ അവർ തയ്യാറല്ല, സത്യം പഠിക്കാൻ തയ്യാറല്ല, സത്യം അന്വേഷിക്കാനും തയ്യാറല്ല. അവർ നിരന്തരം നിസ്കാരത്തിൽ 17 വട്ടം അവർ ഓതുന്നുണ്ട്. സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ എല്ലാവരും വിശ്വാസപ്രകാരം അവനവൻ ആൾറെഡി ഹിദായത്തിലാണ് എന്ന വിശ്വാസം. അങ്ങനെയായിട്ട് അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്ന സമയത്ത് അള്ളാഹു എങ്ങനെ ഉത്തരം ചെയ്യും? അവൻ്റെ ഹൃദയം ചോദിക്കുന്നില്ല, അവൻ്റെ ബുദ്ധി ചോദിക്കുന്നില്ല, ചിന്ത ചോദിക്കുന്നില്ല. വെറും നാവ് കൊണ്ട് മാത്രമാണ് ചോദ്യം. നാവ് കൊണ്ട് മാത്രം ചോദിക്കുന്ന സമയത്ത് ഉത്തരം കിട്ടൂല. കാരണം അള്ളാഹുവിൻ്റെ ബന്ധം നമ്മുടെ നാവിനോടല്ല, കൽബിനോടാണ്. കൽബ് ചോദിക്കണം. കൽബ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവന് ബോധ്യപ്പെടണം ഞാൻ ഹിദായത്തിലല്ല എന്നുള്ളത് ബോധ്യപ്പെടണം. എന്നാൽ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഇന്ന് കാലത്തുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ സൂഫിയാക്കൾ ഇവരെല്ലാം തടസ്സത്താണ്. കാരണം അവർ പഠിപ്പിക്കുന്ന താലീമുകൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ തസൂഫ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അതിലേക്കൊക്കെ തിരിയുന്നതിന് മുമ്പായിട്ട് എന്തിനാണ് തസൂഫ്, എന്താണതിൻ്റെ പാശ്ചാത്തലം എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം നമ്മൾ ആദ്യം തുടങ്ങി വെക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താല ഈ ലോകം പടച്ചത് എന്തിനു വേണ്ടിയാണ്, പടച്ചത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിഷയമാണ്. അപ്പം നമുക്കതിൻ്റെ ഒരു മൊത്തം പിക്ചർ കിട്ടേണ്ടതുണ്ട്. കാരണം ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകാത്ത പല വിഷയങ്ങൾ വരും. അത് വരുന്ന സമയത്ത് ശരിക്കും അന്വേഷണം ഹൃദയത്തിൽ നിന്ന് വരാത്ത ആളുകൾ ഇട്ടെറിഞ്ഞു പോകും. അള്ളാഹുവിനെ ശരിക്കും കൊതിക്കാത്ത ദാഹിക്കാത്ത ആളുകൾ വേഗം ഇത് ഒഴിവാക്കി പോകും. അങ്ങനെ വരാൻ പാടില്ല. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ മനസ്സിലാക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ബാക്കി മനസ്സിലാവാൻ പ്രയാസം ഉണ്ടാവില്ല. അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ശരിയായ രീതിയിൽ പഠിപ്പിക്കാത്ത കാരണം, മനസ്സിലാവാത്ത കാരണം ശരിയായ പാത ഇട്ടെറിഞ്ഞു പോണത് വലിയൊരു മണ്ടത്തരവും നിർഭാഗ്യകരവുമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് തസൂഫിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാവുന്ന പോലെ ഞങ്ങൾ വിശദീകരിക്കാം. ഞങ്ങളെ ഷെയ്ഖിൽ നിന്ന് കിട്ടിയ താലീം പ്രകാരം. ഷെയ്ഖ് പഠിപ്പിക്കുന്ന താലീം ഒന്നുകിൽ ഉറുദുവിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ
ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. 20 വർഷക്കാലമായിട്ട് യൂട്യൂബിൽ അൽറ TV എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും മിസ്സാവാതെ ഡെയിലി ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സുകൾ നിരന്തരം കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. അവരെ ഇൽമ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, അവരെന്താ പഠിച്ചിട്ടുള്ളത് എന്നുള്ളത്, അവരെ ഈമാന് യക്കീന് എന്തിനാണ് പടുത്തു നിർത്തിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പം നമ്മൾ അവരെ വാക്ക് കേട്ടുകൊണ്ട് സംസാരം കേട്ടുകൊണ്ട് അവരെ ഒരു ദിവസം കൊണ്ട് വിലയിരുത്താൻ സാധിക്കൂല. അതിന് ക്ഷമാപൂർവമായ കാത് അത്യാവശ്യമാണ്. ക്ഷമിച്ചുകൊണ്ട് കേൾക്കാൻ തയ്യാറാവാത്തവർക്കൊന്നും ഹക്കിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഇൽമ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന വിഷയം, നമ്മൾ മുൻകാലങ്ങളിൽ ഒരുപാട് മഷായിക്കന്മാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് മാർഗത്തിൽ പോയിട്ടുണ്ട്, ഒരുപാട് കിതാബുകൾ വായിച്ചിട്ടുണ്ട്, സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇല്ലാത്ത തൈലീമുകൾ, അറിവുകൾ കിട്ടുന്ന ഒരു മേഖല, ഒരു പ്ലാറ്റ്ഫോമാണിത്. മാത്രമല്ല, ഇസ്ലാമിൽ വന്ന ഏതൊരു വിഷയത്തിനും, തസൂഫിൻ്റെ ഏതൊരു വിഷയത്തിലും ഉള്ള ഏതൊരു സംശയങ്ങൾക്കും ക്ലിയർ ആയിട്ടുള്ള ഉത്തരമുണ്ട്. ഫിറ്റാവുന്ന ഉത്തരങ്ങൾ, പരസ്പരം യോജിപ്പിക്കാൻ പറ്റുന്ന ഉത്തരങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ വെറും ചിന്തയുടെയോ ബുദ്ധിയുടെയോ ബലമില്ലാതെ അനുഭവത്തിൻ്റെ ഹക്കീക്കത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും മനസ്സിലായ ആളുകൾ ഒരിക്കലും ഇത് ഇട്ടെറിഞ്ഞു പോകില്ല. മാത്രമല്ല, സാധാരണ ഇൽമു കേൾക്കുന്ന പോലെ ഒരു മടുപ്പോ പ്രയാസമോ ഒന്നുമില്ല. ഇത് കേൾക്കുന്നവർക്കെല്ലാം വളരെ ആസ്വാദകരിയാണ് വിഷയങ്ങൾ. പ്രത്യേകിച്ച് ഉറുദു മനസ്സിലാവുന്ന ആളുകൾക്കാവുമ്പോൾ അത് മതി, ഇംഗ്ലീഷ് മനസ്സിലാവുകയാണെങ്കിലും അത് മതി. അത് രണ്ടും പറ്റാത്തവർക്ക് ആണ് ഈ മലയാളത്തിൽ ഈ തർജ്ജമ ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് ഉണ്ട്, ഡെയിലി ക്ലാസ് ഉണ്ട്. പക്ഷെ ഡെയിലി ക്ലാസ്സിൽ പറയുന്ന വിഷയങ്ങളിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ. കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ മുമ്പുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം, ബേസ് ഒന്ന് ശരിയാക്കേണ്ടതുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഡെയിലി ക്ലാസ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ട്. പക്ഷെ അതിൽ ഇതിനോട് ബന്ധമുള്ളവർ, ബേസിക്കായിട്ടുള്ള കാര്യം പഠിച്ചു വെച്ച ആളുകൾക്ക് മാത്രം, അവരെ മാത്രം ജോയിൻ ചെയ്യിപ്പിച്ചുള്ള ഒരു ഗ്രൂപ്പാണത്. ഇൻഷാ അല്ലാഹ് ഇതിൽ നിലനിന്നുകൊണ്ട് ഇതിൽ വിശ്വാസം വന്ന ആളുകൾക്ക്, ഇത് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടവർക്ക്, ഇതിൻ്റെ ദിക്റെ കൽബ് എന്നുള്ള ഇജാസിയത്ത് നേടിയ ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ലോകത്തിൻ്റെ തുടക്കം എന്താണ് എന്നുള്ളതാണ്. അല്ലാഹു തആല ഈ ലോകം പടച്ചാൻ ഉദ്ദേശിച്ച സമയത്ത് ലോകത്തിലുള്ള സകലതും അവൻ പടച്ചത് കുൻ എന്നുള്ള ഒരു കൽപ്പനയിലൂടെയാണ്. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയുടെ രൂപമാണ് കുൻ എന്നുള്ള പദം. ഉണ്ടാവൂ എന്നുള്ള കൽപ്പന അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവണം. എന്തുദ്ദേശിച്ചാണോ പറഞ്ഞത് അതുണ്ടാവണം. അങ്ങനെ അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം അള്ളാഹു കുൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ പ്രപഞ്ചങ്ങൾ മൊത്തം. അതിലേറ്റവും വലിയ പ്രപഞ്ചം മനുഷ്യനാണ്. ആലം കബീറാണ് മനുഷ്യൻ. ബാക്കിയുള്ള എല്ലാം ആലം സഹീറാണ്. കാരണം അള്ളാഹുവിൻ്റെ രഹസ്യം, അള്ളാഹുവിനോടുള്ള ബന്ധം ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് മനുഷ്യനിലാണ്. അതിൻ്റെ പേരിലാണത്. എന്നാൽ ആ രഹസ്യം റിഫ്ലക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ ബഹുമാനമുണ്ട്. അല്ലാത്തവർക്ക് മറ്റുള്ള മഹ്ലൂക്യങ്ങളെ ബഹുമാനം പോലും ഇല്ലാതായി പോകും. അപ്പോൾ അള്ളാഹു തആല ഈ ലോകം പടച്ച സമയത്ത് കുൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം പടച്ചു. മനുഷ്യരുണ്ട്, അതിൽ മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, സസ്യങ്ങളുണ്ട്, മൃഗങ്ങളും പക്ഷികളും കല്ലും എല്ലാം അതിൽ അടങ്ങി. അങ്ങനെ അള്ളാഹു തആല ആലം ജബറൂത്തിൽ വെച്ചിട്ട്, അഥവാ ആലം അർവാഹിൽ വെച്ചിട്ട് ഈ എല്ലാ മഹ്ലൂക്യങ്ങളും വിളിച്ചു കൂട്ടി മുമ്പിൽ കൊണ്ട് നിർത്തി. ആ നിർത്തിയ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും മുമ്പത്തെ സൊഫിൽ നിൽക്കുന്നവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. രണ്ടാമത്തെ സൊഫിൽ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. മൂന്നാമത്തെ സൊഫിൽ നിൽക്കുന്നത് സാധാരണ മൂമിനീങ്ങളായ ആളുകളാണ്.
4-ാമത്തെ സൊഫിലാവട്ടെ സാധാരണക്കാർ മുഴുവൻ നിരന്നു നിന്ന്. പിന്നീട് ഒരുപാട് സൊഫുകൾ, അതിനുശേഷം ഏറ്റവും പുറകിലായിക്കൊണ്ട് സ്ത്രീകളെ സൊഫുണ്ടായിരുന്നു. സ്ത്രീകളെ വരി അള്ളാഹുവിൻ്റെ നോട്ടത്തിനും ദൃഷ്ടിക്കും പുറത്തായിരുന്നു അവർ നിലനിന്നിരുന്നത്. അതിനുശേഷം അവരെ ബാക്കിൽ ജമാദി റൂഹ് എന്ന് പറഞ്ഞാൽ ലോഹത്തിലുള്ള കല്ലിലും ഒക്കെ ഉള്ള ആത്മാക്കൾ അവരണിനിരന്ന്. അതിനുശേഷം ജൈവാത്മാക്കൾ, മൃഗങ്ങളുള്ള ആത്മാക്കൾ, സസ്യങ്ങളുള്ള ആത്മാക്കൾ, ഇതൊക്കെ നിരന്ന് നിന്ന്. ഇതൊക്കെ അർവാഹുകളാണ്. നമ്മളിതിനെ പടച്ചെന്ന് പറയുമ്പോൾ പടച്ചത് അർവാഹിനെയാണ്, റൂഹിനെയാണ്, ജിസ്മിനെ അല്ല. ജിസ്മിൻ്റെ പടപ്പ് ഭൂമിയിലാണ്. ആലം അർവാഹിനുണ്ടല്ലോ, ആ ആലമിൽ തന്നെ അർവാഹ് എന്നുള്ള പേരുണ്ടല്ലോ. അപ്പം അള്ളാഹു പടച്ചെന്ന് പറഞ്ഞത് അർവാഹിനെയാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ വലതുഭാഗത്ത് മലക്കുകളെ റൂഹ് അവിടെ വന്ന് നിന്ന്. അതിന് പിറകിലായിക്കൊണ്ട് തൊട്ടടുത്തായിട്ട് ഹൂർലീങ്ങളെ റൂഹുകൾ, അതിൻ്റെ അടുത്ത് നല്ല ആത്മാക്കളായ മുവക്കലുകൾ, അവരെ റൂഹ്, അതേപോലെ നല്ല സസ്യങ്ങൾ, നല്ല മൃഗങ്ങൾ, ഇതൊക്കെ ആ ഭാഗത്ത് വന്ന് നിന്ന്. ഇതേപോലെ ഇടതുവശത്ത് ജിന്നുകളെ റൂഹ് വന്ന് നിന്ന്. അതേപോലെ തന്നെ ജിന്നുകളെ ശേഷം ദുരാത്മാക്കളായ ഇഫ്രീത്തീങ്ങൾ, അതേപോലെ നരകത്തിൻ്റെ ആത്മാക്കൾ, അതേപോലെ സസ്യങ്ങളെ കൂട്ടത്ത് സൃഷ്ടികൾക്ക് ഹാനികരമായി തീരുന്ന ആത്മാക്കൾ, അങ്ങനെയുള്ള സസ്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ അണിനിരന്ന്. അപ്പം അള്ളാഹുവിൻ്റെ ഇടതും വലത്തും നിന്ന ആളുകൾക്ക് അഥവാ മലക്കുകൾക്കും ജിന്നുകൾക്കൊക്കെ അള്ളാഹുവിനെ കാണാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. കാരണം അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിലല്ല അവരുള്ളത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് മാത്രമേ അള്ളാഹുവിനെ കാണാൻ സാധിക്കുള്ളൂ. ദുന്യാവിൽ വന്നാലും അതിൻ്റെ പേരിൽ അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഏറ്റവും പുറകിലായി വന്ന സ്ത്രീകൾക്കും അള്ളാഹുവിൻ്റെ ദൃഷ്ടിക്ക് പുറത്തായ കാരണം അവർക്കും യാതൊരു മാർഗത്തിലൂടെ അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ല. അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയും. സംസാരിക്കുന്ന മക്കാമ വരെ അവർക്ക് എത്താൻ സാധിക്കും. ജിന്നുകൾക്കാണെങ്കിലും മലക്കുകൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും. പക്ഷെ പുരുഷന്മാരെ പോലെ അള്ളാഹുവിനെ കാണാനോ അള്ളാഹുവിൽ ലയിക്കാനോ ഉള്ള മക്കാമിലേക്ക് അവരെത്താൻ സാധിക്കില്ല.